മഹ്ദൂത്തിൽ കഫിലയുടെ പ്രായമായ അവസ്ഥ. പ്രായമായ അവസ്ഥയിൽ സംസാരിക്കും, കുഞ്ഞായിരിക്കും സംസാരിക്കും. അതൊരു സവിശേഷതയാണ്. കുട്ടികൾ സംസാരിക്കും, ഇങ്ങനെ സംസാരിക്കുന്ന പ്രായമായ. ഇത് ആ സംസാരമല്ല, സങ്കല്പിക്കാൻ കഴിയാത്ത ശൈശവത്തിന്റെ ആദ്യ ദശയിൽ സംസാരിക്കുക. അത് വളരെ സങ്കീർണമായ ഒരു ഘട്ടം. അസുഖത്ത് മറിയം വായിക്കാൻ മനസ്സിലാക്കാം. അവിടെ ഗർഭിണിയാണ്, അതിൽ മറിയം വല്ലാതെ വിഷമിച്ചോ. അതിലേക്ക് പോയാൽ ഒരുപാട് വിശദീകരണം നിങ്ങൾ വായിച്ചു നോക്കണം ഇൻഷാ അല്ലാഹ്. വല്ലാതെ വിഷമിച്ചു. കാരണം ഇത് എങ്ങനെ കൊണ്ടു നടക്കും? ഗർഭമാണല്ലോ. ഗർഭം എന്ന് പറഞ്ഞ വലിയ പ്രശ്നമല്ലേ? അതിനൊരു അഡ്രസ് ഇല്ലെങ്കിൽ കുഞ്ഞു പോകില്ലേ? അഡ്രസ് ഉണ്ടായാലും ഒരു മാന്യമായി അല്ലെങ്കിൽ അത് വിഷയമല്ല. അതുകൊണ്ടല്ലേ നമ്മുടെ പലർക്കും പ്രസവിച്ചിട്ട് നമ്മൾ അറിയുന്നത്. പ്രസവിച്ചത് കൊണ്ടുപോയി കളഞ്ഞിട്ട് വരുന്നതുകൊണ്ടാണ് അതൊക്കെ പ്രശ്നം. അപ്പൊ ഇത് ഒരു സാലിഹത്തായ സഹോദരി, അല്ലാഹു അക്ബർ, ഇത്രയും നിഷ്കളങ്കയായ ഒരു സഹൃദയായ സഹോദരി, അവർക്ക് സംഭവിച്ചാൽ എന്തായിരുന്നു അവസ്ഥ? അവർ വല്ലാതെ വിഷമിച്ചു. അവർ ജനങ്ങളിൽ നിന്ന് മറഞ്ഞു നിന്ന് മാറി നിന്ന് അവർ വല്ലാതെ ദുഃഖിച്ചു. ഞാനങ്ങ് തീർന്നു പോയിരുന്നെങ്കിൽ, ഞാനങ്ങ് തീർന്നു പോയിരുന്നെങ്കിൽ അവർ പ്രാർത്ഥിച്ചു കളഞ്ഞു. പടച്ചവനെ, ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ ഈ നാട് കേട്ട് രക്ഷപ്പെടുന്നതാണ്. അന്ന് പറഞ്ഞു, അങ്ങനെ വേണ്ട, നീ ഒട്ടും വിഷമിക്കണ്ട, നീ ദുഃഖിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. ഒരു കാര്യം ചെയ്യും, നീ അനീത്തപ്പഴത്തിന്റെ അടുത്ത് പോയി നിന്നു. ആ ജനങ്ങളിൽ വിട്ടിട്ട് മാറിയിട്ട് തോട്ടത്തിനടുത്ത് പോയിരിക്കണം. നിനക്ക് വേണ്ട ഭക്ഷണം അവിടെ കിട്ടും. ബഹുസിയിലേക്ക് നീ അതിനെ കുറിച്ച് ഇങ്ങനെ പിടിച്ച് കുളിക്കും. അപ്പൊ നിനക്ക് ഉത്തമൻ ജനീയ നല്ല ഈത്തപ്പഴം കിട്ടും. അതൊരു മരം പിടിച്ച് കുലുക്കാൻ മാത്രം, ഒരു ഗർഭത്തിന്റെ പൂർണ്ണതയിലെ സ്ത്രീയുടെ കരുത്ത് കാണിക്കാനല്ല. അതൊരു അനുഗ്രഹം. ഞാൻ നടത്തിൽ പോയി തൊട്ടാൽ മതി, ഇങ്ങനെ കുലുക്കുക, വീടും. അത് കഴിക്കും. ഇന്ന് കുടിക്കും. നീ കണ്ണുനീരോടെ നിനക്കുണ്ട്. ദുഃഖിക്കണ്ട, വിഷമിക്കണ്ട, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, നിന്നെ ആരും തെറ്റിദ്ധരിക്കില്ല, നീ സന്തോഷിക്കും. കൺകുളിർമയുള്ള അവസ്ഥയോട് അങ്ങനെ നിന്റെ ആൾക്കാർ ചോദിച്ചാൽ കൂലി നീ പറഞ്ഞേക്ക്, ഞാൻ എന്റെ റബ്ബിന് വേണ്ടി നോമ്പെടുക്കുകയാണ്, മനുഷ്യക്കാണ്. പല അതുകൊണ്ട് ഞാൻ മനുഷ്യ സംസാരിക്കില്ല. ഞാൻ മൗനവ്രതത്തില. മൗനവ്രതം എന്ന ഒന്നുണ്ടോ? അതുപോലെ പഠിക്കേണ്ടതാണ്. മൗനവ്രതം എന്ന ഒന്ന് ആചരിക്കുന്നവർ നമ്മളല്ല, സമുദായത്തിന് പുറത്തുള്ളവരാ. അങ്ങനെ ചില ആചാരങ്ങളുണ്ട്. പക്ഷെ മൗനവ്രതവും ഉണ്ട്. നമ്മൾ കൽപ്പിച്ചില്ലാതെ ഉള്ളൂ. ഇവിടെ മൗനവ്രതം നിർബന്ധാക്കിയത് അങ്ങനെ ഒരു രീതി സ്വീകരിച്ച് നോമ്പ് കാലിയാണെന്ന് പറഞ്ഞേക്കും. അതുകൊണ്ടോ സംസാരിക്കില്ല. നോമ്പ് കാലം സംസാരിക്കാൻ പറ്റൂലേ? നല്ല കാര്യം പറഞ്ഞാൽ ചീത്ത കാര്യം പറയാൻ പാടില്ല. അത് നമ്മുടെ രീതി. നല്ല കൗല സൂയി വല അമനബിഹി വലസലില്ലാഹി ഹാജ ഫീ അയദാ തഅമഹു വശറാബഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചീത്തയായ വാക്കും പ്രവൃത്തി ഉപേക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടതില്ല. നോമ്പിന്റെ ചൈത്യം പഠിപ്പിച്ചപ്പോ തിരുനെല്ലി പഠിപ്പിച്ചു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ നോമ്പിൽ സംസാരിക്കാം, സംസാരിക്കുന്നില്ല. പക്ഷെ ഇത് ഒരു സവിശേഷമായ സന്ദർഭത്തിൽ ഒരു തന്ത്രം ഉപയോഗിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ എന്റെ നാഥന് നോമ്പെടുക്കുകയാണ്, അതുകൊണ്ട് ഞാൻ സംസാരിക്കും. ഇതെങ്ങനെ നോമ്പെടുത്തോണ്ട് പറയാം? അപ്പൊ നോമ്പുകാരിയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ടാവും, സംസാരിക്കാമെന്നത് കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് സംസാരിക്കാൻ വല്ല വൃതത്തിനാണ് എന്ന് അവർക്ക് എങ്ങനെ മനസ്സിലാകാം? അവർക്കത് പരിചയമുള്ളത് കൊണ്ടല്ലേ മനസ്സിലാക്കുള്ളൂ. അപ്പൊ മൗനവ്രതം എന്ന ഒരു രീതി, മൗനം ആചരിക്കുന്ന വൃതാനുഷ്ഠാന രീതി അവർക്ക് പരിചയം ഉണ്ടാവാം. അപ്പൊ അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ടോ? ഉണ്ടാവാം. അതൊക്കെ സാധ്യതകളും ഗവേഷണങ്ങളുമാണ്. മനസ്സിലായോ? അതായത് ഞാൻ നോമ്പുകാരിയാണെന്ന് ഒരാൾക്ക് പറയാലോ, നമ്മളോട് പറയാൻ പറഞ്ഞില്ലേ? ആരെങ്കിലും നിന്നോട് ശണ്ട കൂടാമെന്നാൽ പറഞ്ഞു, നിന്നോട് ആരെങ്കിലും ആ സമയം തട്ടിക്കാനോ ചീത്തവാക്ക് പറയാനോ ശണ്ട കൂടാനോ പറഞ്ഞാൽ നീ പറഞ്ഞ ഞാനൊരു നോമ്പുകാരനാണ്, ഞാനൊരു നോമ്പുകാരനാണ്. അപ്പൊ എനിക്ക് നോമ്പാണ് കിട്ടുമെന്ന് പറഞ്ഞാൽ നോമ്പാണെന്ന് ഭാര്യ കൊണ്ട് പറയണം. എനിക്ക് നിന്നെ പോലെ വർത്താനം പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ നല്ല വർത്താനൊക്കെ പറയുന്ന. അപ്പോ അത് പറയാം. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ഞാൻ നോമ്പുകാരിയാണെന്ന് പറയാൻ മനുഷ്യന്റെ അവസരം. പക്ഷെ ഇതാണ് നോമ്പല്ല. ഇത് ഇന്നീ റഹ്മാൻ
എന്ന് ഇവരോട് പറയാൻ പറ്റും. ഞാൻ നോമ്പുകാരിയാണ്, സംസാരിക്കില്ല, അങ്ങനല്ലല്ലോ. അപ്പൊ ഞാൻ മൗനവൃതം, അതിന്റെ കൂടെ പട്ടിണി കിടക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, അത് മനസ്സിൽ സാധ്യതയില്ല. പല ഗവേഷണങ്ങളും പറഞ്ഞു. അപ്പൊ ഞാൻ മൗനവൃതത്തില. ഇത് മൗനവൃതത്തിലാണെന്ന് പറയൂ. മുമ്പ് തമാശ പറയാറുണ്ട്, മൗനജാത സിന്ദാബാദ് വിളിച്ചു പോയില്ല മൗനയാകുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെ ഉണ്ടാവും, മൗനജാത സിന്ദാബാദ് മൗനയാത്ത കൊടുക്കില്ലല്ലോ. അപ്പൊ മൗനവൃതാണെങ്കിൽ ഞാൻ മൗനവൃതത്തിലാണെന്ന് പറയൂ. എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? അത് ആംഗ്യഭാവേന പറഞ്ഞിട്ടുണ്ടാവും. ആംഗ്യഭാവേന പറഞ്ഞാൽ അത് പുതിയ സാധനമാണെങ്കിൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇല്ല. അപ്പൊ അവർക്ക് മൗനവൃതം പരിചയമുണ്ടാവും. അതെന്നെ വിഷയം. ചില ആചാര്യന്മാരെ കുറിച്ച് പഠിക്കുമ്പോ മൗനവൃതത്തിലായിരിക്കുന്നു എന്ന് മനസ്സിലാവും. എങ്ങനെ മനസ്സിലാക്കാം? ആളെയിരിക്കും, നോട്ടം, ഭാവം ഏതെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുമ്പോ മനസ്സിലാളും മൗനവൃതത്തിൽ. അങ്ങനെയാണ് മൗനവൃതം. അപ്പൊ ഇത് അവർക്ക് പരിചയമുള്ള രീതിയായിരുന്നു. നമുക്ക് അങ്ങനെ രീതി കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഞാൻ ആ സമൂഹത്തിന് പരിചയമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മൗനവൃതത്തിലാണ്, ഞാൻ ആരോട് സംസാരിക്കില്ല എന്നും പറഞ്ഞേക്കും. ഇത്രയും അന്ന് പറഞ്ഞു കൊടുത്തപ്പോ നല്ല സമാധാനത്തിൽ ഈ ഗർഭവും ചുമന്ന് ഈ കുഞ്ഞിനെയും ചുമന്ന് പ്രസവശേഷം കുഞ്ഞിനെയും ചുമന്നിട്ട് പോയി നാട്ടിലേക്ക് പോയി. ഇപ്പറയുന്ന പരിചയമുള്ള സമൂഹത്തിലേക്ക് അവരെല്ലാവരും കൂടി യാമറിയും വിഷയം വലിയ മറിയം നീ വൃത്തികേടാണ്. ഉമ്മുന്റെ ബാപ്പ ചീത്ത പേരെത്തിയാൽ അതിന്റെ ഉമ്മ അനാശാസം ചെയ്തിട്ടില്ല, നീ എന്ത് പണിയാണ് കാണിച്ചത്? ഇവർ കൂടി അപ്പൊ മറിയം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. മൗനവൃതാണല്ലോ, അല്ലെങ്കിൽ മകനോട് ഇങ്ങനെ പറഞ്ഞാൽ മതി. ആ കുഞ്ഞിലേക്ക് ചൂണ്ടി, മിണ്ടിയില്ല, ചൂണ്ടി. അപ്പൊ ഈ കുഞ്ഞ് സംസാരിച്ചു, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ അയ്യമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ കുന്തു ഹയ്യ വബറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ വസ്സലാമു അലയ്യ യൗമ ഉലിദതു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യ ذلك عيسى ابن مريم قول الحق الذي فيه يمترون. പഠിക്കണം. തൊട്ടിലില്ലെന്ന് പറഞ്ഞാൽ ഇതാണ് ഈസ അലൈഹിസ്സലാം. പിന്നെ നിങ്ങളെങ്ങനെ തർക്കിക്കുന്ന ആളാ പറയുന്നത്? അത്രയും കൃത്യമായിട്ട് അവർക്ക് ഈ കുഞ്ഞിന് സംസാരിക്കും. അതാണ് മഹൽ. തൊട്ടിലിൽ കിടന്ന് സംസാരിക്കും. തൊട്ടിൽ കിടക്കുന്ന പ്രായത്തിൽ സംസാരമായി പറഞ്ഞത്. തൊട്ടിലൊരു കുഞ്ഞ്, ജനിച്ച ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒന്ന് പ്രസവിച്ച ഒരു ഉമ്മ അല്ലാഹുവിൽ തവക്കുലാക്കി കുടുംബത്തിലേക്ക് വന്നപ്പോൾ കുടുംബം പടഞ്ഞു പിടിച്ചു. വേറൊരു വഴിയില്ല. പറഞ്ഞാൽ സമൂഹത്തിന് മനസ്സിലാവില്ല. അതാണല്ലോ മനുഷ്യരുടെ കുഴപ്പം. നമുക്ക് മനസ്സിലാവണം, നമുക്ക് മനസ്സിലായി എന്തില്ല. ഇന്നും സമൂഹത്തിന് മനസ്സിലാകാം. ക്രൈസ്തവർക്ക് പറ്റിയ കുഴപ്പം. അതുകൊണ്ടാണ് വ്യാഖ്യാനിച്ച് മകനാണ്, പുത്രനാണ്, ദൈവമാണെന്നൊക്കെ പറയുന്നത്. ഞാൻ കണ്ടൊരു ഗതികൾ ഇസ്ലാമില്ല. അത്രയും കൃത്യ. അപ്പോ കുഞ്ഞിനെ ചൂണ്ടി കുഞ്ഞെന്ന് സംസാരിച്ചു. തൊട്ടിൽ കടന്ന് സംസാരിച്ചു. സംസാരം കേട്ടോ. ഇന്നീ അബ്ദുള്ള, ഞാൻ അല്ലാഹുവിന്റെ ദാസൻ. ആതാനിയൽ കിതാബ, എനിക്ക് അവൻ വേദന വജഅലനി നബിയ്യ, എന്നെ നബിയായി നിശ്ചയിച്ചിട്ടുണ്ട്. ഭയങ്കര മൂല്യതല്ലേ? വജഅലനി മുബാറകൻ അയ്നമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും ഞാൻ അനുഗ്രഹീതനായിട്ട് അല്ലാഹു എന്നെ ആക്കിയിരിക്കുന്നു. അതാണ് വജീഹൻ ഫി ദുനിയ വൽ ആഖിറ. ഇവിടെ നമ്മൾ വായിച്ചു. വജഅലനി മുബാറകൻ അയ്നമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ കുന്തു ഹയ്യ. ഞാൻ ജീവിച്ചിരുന്ന കാലത്തോളം നമസ്കാരം കൊണ്ടും സക്കാത്ത് കൊണ്ടും അല്ലാഹു എന്നെ കൽപ്പിച്ചു. വബറൻ ബിവാലിദതി, എന്റെ ഉമ്മാക്ക് പുണ്യം ചെയ്യണം. ഉമ്മാക്ക്, മാതാപിതാക്കൾക്ക് പറഞ്ഞില്ല. അങ്ങനെ വാലിദൈഹിന്ന് പറയാ. വാലിദതി, എന്നെ പ്രസവിച്ചവൾ, എന്നെ പ്രസവിച്ചവൾ, അത് ഉമ്മ. എന്റെ ഉമ്മ, ബാപ്പയില്ല, ബാപ്പയില്ല. വബറൻ
എന്റെ ഉമ്മാക്ക് പുണ്യം ചെയ്യണമെന്ന്. അഹങ്കാരിയും ധിക്കാരിയും ആയിട്ട് അതെന്നെ മാറ്റിയിട്ടില്ല. എന്റെ മേൽ തമ്പുരാന്റെ സംരക്ഷണവും കാവലും ഞാൻ ജനിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ ജീവനോടെ പുനർജീവിക്കപ്പെടുന്ന ഘട്ടത്തിലുമൊക്കെ അഥവാ എന്റെ ജീവിതത്തിലുടനീളം എനിക്ക് അള്ളാന്റെ സംരക്ഷണവും കാവലുമുണ്ട്, അവന്റെ സമാധാനമുണ്ട്. ഇതാണ് ഈസാ അലൈഹിസ്സലാം. ഹക്കായ വാക്യമായിരുന്നു, ഹക്കായ കലിമത്ത് എന്നിവിടെ എന്നാണ് സൂറ. ഇത് അല്ലാഹുവിന്റെ സത്യമായ വചനമാണ്. ഈ വിദ്യയുടെ വിഷയത്തിലാണ് അവരിപ്പോൾ തർക്കിക്കുന്നത്. എന്ത് മർമ്മം അതർക്കത്തിൽ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹ് എത്ര പരിശുദ്ധൻ, അവൻ സന്താനത്തെ സ്വീകരിക്കേണ്ട കാര്യമല്ല. നിങ്ങൾ അള്ളാഹുവിന്റെ മകൻ തന്നെ പറയുന്നത് ദൈവപുത്രനെന്ന്. അള്ളാഹ് എത്ര പരിശുദ്ധനാണ്, അവൻ സന്താനത്തെ സ്വീകരിക്കേണ്ട കാര്യമല്ല. അങ്ങനെ ഒരു രീതിയിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയില്ലല്ലോ. നിങ്ങളുടെ വേദനകളുണ്ടോ, മുൻ വേദനകളുണ്ടോ, ശേഷം എന്ന വേദനകളുണ്ടോ? ഇല്ല. എന്നല്ലേ ഉള്ളൂ. അത് ഹീബ്രു ആണെങ്കിൽ ഹീബ്രുവിൽ, അരാമിക് ആണെങ്കിൽ അരമായ ഭാഷയിൽ, സുറിയാനി ഭാഷയിൽ അങ്ങനല്ലേ പഠിപ്പിച്ചുള്ളൂ. എന്നും അങ്ങനെ പഠിപ്പിച്ചു. അപ്പൊ അള്ളാഹു സന്താനത്തെ സ്വീകരിക്കേണ്ട ഗതികേടില്ല. അവന്റെ കാര്യം പഠിപ്പിക്കാനോ അവന്റെ നിയോഗം നിവർത്തിപ്പിക്കാനോ ഒരു സന്താനത്തെ സ്വീകരിക്കേണ്ട കാര്യമില്ല. സുബ്ഹാന, അവൻ എത്ര പരിശുദ്ധൻ. അവരുടെ കാര്യം തീരുമാനിച്ചാൽ ഉണ്ടാവട്ടെ എന്ന് പറയുന്ന കാര്യം ഉണ്ടാവും. അതാണ് അള്ളാഹ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക സൂറത്ത് മറിയം. അപ്പൊ ഈ വർത്തമാനവും അതിനുശേഷം ഈസനെ പരിചയപ്പെടുത്തിയ ഭാഗവും നിങ്ങൾ മുമ്പിലുണ്ട്. എന്നിട്ട് ഈ ആയത്ത് തൊട്ടിൽ കിടക്കുമ്പോൾ അദ്ദേഹം മനുഷ്യൻ സംസാരിച്ചു. പ്രായമേറിയ ശേഷം അഥവാ പ്രായപൂർത്തിയായത് മുതൽ അങ്ങോട്ട് പ്രായപൂർത്തിയായി മരിക്കുന്നവരെ അഥവാ പ്രായം സാധാരണഗതിയിൽ സംസാരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഒരു കുഞ്ഞിന് സംസാര ഘട്ടം മുതൽ അത് തുടരുന്നത്. അത് ആദ്യത്തിലെ സംസാരം പക്വതയും പാകതയും ഇല്ലാതെയാവാം. പിന്നെ ക്രമേണ പക്വതയിലേക്കും പാകതയിലേക്കും വളരാം. പിന്നെ ഉറച്ച ബോധത്തോടെയാണെങ്കിലും കള്ളം പറയുന്ന ഒരു തീരുമാനിച്ചിട്ടായിരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ മനുഷ്യന്റെ ഈ സംസാര പ്രായത്തിൽ അങ്ങോട്ട് കുടിക്കോ ആ ഘട്ടങ്ങളിൽ സംസാരിക്കും എന്ന് പ്രതീക്ഷിക്കാത്ത ഘട്ടത്തിൽ പുതുതായി നാം കൊടുത്ത ഒരു കുഞ്ഞ്, അങ്ങനെയുള്ള ജന്മം കൊണ്ട ഒരു കുഞ്ഞ് വല്ലാതെ നിന്നിട്ട് ഓർമ്മ വരും. ഒന്ന് കണ്ടില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാര്യമാരെ ശ്രമിച്ചിട്ട് നമ്മുടെ മക്കളെ അവസ്ഥ അത്ര കാലമായിരിക്കും ഉറക്കം തന്നെ ആയിരിക്കും അല്ലേ? അങ്ങനെ സംഭവിക്കാം. അങ്ങനത്തെ ഒരു ഭൂമിയിലേക്ക് വന്നതിൻ്റെതായ ഒരു ആലസ്യത്തിൽ തൊട്ടിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് ശൈശവത്തിന്റെ ഏറ്റവും ആദ്യ ദശയിൽ ഉറച്ച ശബ്ദത്തിൽ സംസാരിച്ചു തുടങ്ങിയെങ്കിൽ പ്രവാചകൻ നടക്കുന്ന ഈസാ നബിയുടെ കാലഘട്ടം കുറച്ചേ കൂടുതൽ കഴിഞ്ഞാൽ കുറച്ചു മതി. അത് തുടങ്ങേണ്ട സമയത്ത് തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങി കുറച്ചു കാലം കുട്ടിന്റെ കാലമായിക്കൊള്ളു. ചില ഗവേഷണങ്ങളുടെ പഠനം വളരെ 10 കൊല്ലത്തിൽ താഴെ പറഞ്ഞവരുണ്ട്. പിന്നെയും അതിനെ ചുരുക്കി പറഞ്ഞവരുണ്ട്. രൂപത്തിന്റെ കാലഘട്ടത്തിൽ അത് മതി. ഇത് എവിടുന്ന് തുടങ്ങിയെന്ന് മനസ്സിലാക്കാം. ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് ഭർത്താവ്. അങ്ങനെ പറഞ്ഞു, പറയേണ്ടതൊക്കെ പറഞ്ഞു. ഞാൻ നബിയാണ്, നിസ്കാരവും സക്കാത്തും എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, മാതാവിനോട് പുണ്യം ചെയ്യാൻ. ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്, അഥവാ ഞാൻ അവന്റെ അബ്ദാണ്. നീ അബ്ദുള്ള, അവൻ കൽപ്പിച്ചതുപോലെ ജീവിക്കാൻ ദൈവദാസ്യത്തിന്റെ ഉദാത്തമായ മാർഗം അറിയുന്ന ഒരു കുഞ്ഞാണിത്. ഇപ്പൊ പറയേണ്ടതെല്ലാം പറഞ്ഞു. ഒരാനുഷ്കാരം കൊണ്ട് പറയേണ്ടതിലപ്പുറം ഇവിടെ വെച്ച് പറഞ്ഞു. അതാണ് ഖുർആനിലെ വാക്ക്. ഇത് ബൈബിളിൽ ഈസാ തൊട്ടിൽ സംസാരിക്കുന്ന ഭാഗം ബൈബിളിലില്ല. അത് ഖുർആൻ